ഹലോ ഫ്രാൻസ്. അയ്യോ, കുറച്ച് ദിവസമായി ഇതൊക്കെ ചെയ്തിട്ട്. നല്ല തുമ്മല്, നല്ല മടി, പിന്നെ കുട്ടികളുടെ പരീക്ഷ, ഇതൊക്കെയാണ് ഇതിന്റെ കാരണം. അപ്പോൾ അന്നൊരു 19,000 രൂപ പോയതിന് ശേഷം ഇന്ന് 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് മാർക്കറ്റ് അപ്പാണ്, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് തോന്നി. മൊത്തത്തിലൊക്കെ ഒന്ന് എല്ലാം ഒന്നേന്ന് തുടങ്ങണം എന്നുള്ള സിറ്റുവേഷനായി. ഇപ്പോൾ നമുക്ക് ഉള്ളത് 4.16. എല്ലാം ആദ്യം പോയി തുടങ്ങാം. 4.16 ലക്ഷം IFL റൈറ്റ്. 9.95. They're gone. എന്തൊക്കെ ഉപദ്രവ. പോർട്ട്ഫോളിയോ 3.52 പ്ലസ്. ലക്ക് 0.86. അൺലിസ്റ്റഡ് ഒരു 5 എന്തായാലും ഉണ്ടാവും. 0.5 ഇത് മാതിരി എന്തായാലും ഉണ്ടാവും. പ്ലസ് എന്താ കൂടി ഷെയറുകൾ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടല്ലോ. ഷെയർ നോക്കണ്ട. ബൈനാൻസ് ഉപദ്രവം. നോക്കണില്ല തൽക്കാലം. ഇതൊക്കെയോ ഉണ്ട്. ക്രിപ്റ്റോ ഒരു 1 ലക്ഷത്തിൻ്റെ അടുത്തുണ്ടാവും. പിന്നെന്താ, ബാങ്കും കൂടി ഒരു 2. മ്യൂച്വൽ ഫണ്ട്സ് 2.32. ഇതുണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ലല്ലോ. 30 സംതിങ് ഉണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ തന്നെ കണ്ടു. എന്തൊക്കെ ഉണ്ടായിരുന്നു പറയണെങ്കിൽ, ഷെയർ, മ്യൂച്വൽ ഫണ്ട്, അത്രയായിരിക്കും ചിലപ്പോൾ. ഷെയർ നന്നായി മൊത്തത്തില് താഴ്ന്നതുകൊണ്ടായിരിക്കും ഇത്രയും ഉണ്ടാവുക. 27-28 ഉണ്ടാവും ഇപ്പോൾ. അതായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെന്താ, ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ടെലഗ്രാമിൽ ഒരു പുതിയ മൈൻ ചെയ്യാവുന്ന പോലത്തെ ഒരു ക്രിപ്റ്റോ കറൻസി വന്നിട്ടുണ്ട്. വൈബോട്ട് എന്നാണ് ഈ സാധനത്തിന്റെ പേര്. വൈബോട്ട് ക്ലെയിം ചെയ്യാം ഇടയ്ക്കിടയ്ക്ക്. ഒരു ഇത് വരും, ടാസ്കുകൾ. പക്ഷെ വേറൊരു മോഡലിലാണ് ഇത് പോണേ. അതായത് കാശ് കിട്ടൂലെന്നൊന്നും അറിയില്ല. പൈക്കോയിൻ പോലെ ചിലപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ടാസ്കുകളാണ് തരുന്നത്. ഇതിലൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ. പക്ഷെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഇപ്പോൾ നല്ല രീതിയിൽ ആയില്ലെങ്കിൽ കൂടി ഇവര് പിന്നെ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് തരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഓരോന്നോരോന്ന് പഠിക്കുകയാണ്. പഠിപ്പ് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നു, അതാണ് ആദ്യത്തെ ഒരു കാര്യം. വാട്ട് ഈസ് മണി, മണി എന്താണ്, ഫിയറ്റ് മണി എന്താണ്, ബാക്ക്ഡ് മണി എന്താണ്. ഫിയറ്റ് മണി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അച്ചടിക്കുന്ന പേപ്പർ കറൻസി, ബാക്ക്ഡ് ബൈ ഗവൺമെന്റ് ഒന്നും അല്ല, ബാക്ക്ഡ് ബൈ ഗോൾഡ് അല്ലാണ്ട്
ബാക്ക്ഡ് ബൈ വേറെ കാര്യങ്ങളൊക്കെ ആവുന്ന സാധനം. പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു. പിന്നെ ട്രേഡിങ്, ഡീസെൻട്രലൈസേഷൻ എന്താണ്, ബ്ലോക്ക് ചെയിൻ എന്താണ്, അങ്ങനെ സേഫ്റ്റി ഇൻ ക്രിപ്റ്റോ കറൻസിന്റെ കാര്യങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. ഒരു ഇതിലെല്ലാം ചെയ്യുമ്പോ നമുക്ക് ഇതെല്ലാം കഴിയുമ്പോൾ ഒരു കിസ് നടത്താം. കിസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 5 പോയിന്റ് 3 പോയിന്റ് അങ്ങനെയൊക്കെ വെച്ച് കിട്ടും. അതിങ്ങനെ ഇതിലിങ്ങനെ മൈൻ ആയിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ട് എന്തെങ്കിലും ഈ വൈ എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ പാസ്പോർട്ട് പോലെയാണ്. നമുക്കത് വെച്ചിട്ട് എയർ ഡ്രോപ്പ് ഒക്കെ കിട്ടും എന്നാണ് പറയണത്. അപ്പോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കണം. നെറ്റ് പോയില്ലോ. പ്രശ്നങ്ങളാണ്. ടെലഗ്രാമിൽ ഇങ്ങനെ വെറുതെ ചെയ്യുക. ഇതില് പിന്നെ ഫ്രണ്ട്സിന് ഇങ്ങനെ കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാശ് കിട്ടും തോന്നുന്നു. ക്യാഷ് അല്ല, ഈ പറഞ്ഞ പോലത്തെ സാധനം കിട്ടും. ഇതിങ്ങനെ എനിക്ക് ഇവരുടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റ്ലി ഇതുകൊണ്ട് 5 പൈസ ഗുണം ഉണ്ടായില്ലെങ്കിലും ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറെ ഗുണം കിട്ടും. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റും. എന്താണ്, എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യണം, അതിന്റെ മൊത്തത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇതിന്റെ ലിങ്ക് വെറുതെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ അതൊന്നും ചെയ്യില്ല എന്നാലും കാണില്ല എന്നൊക്കെ അറിയാം. എന്നാലും വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തോക്കാം. ഇത് പക്ഷെ അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ മൊത്തത്തിലൊരു ബെനിഫിറ്റ് കിട്ടും. ഈ ഒരു നോളജ് സീക്കിങ്ങിന് ഗുണമുണ്ടാവും. ഇതൊക്കെ തമ്മിൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ ഇമ്മെറ്റീരിയലാണ്. കാരണം എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കില്ല. എന്നിട്ട് അത് എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് എന്നുള്ളതും പറയും. അപ്പൊ നല്ല രസമാണ് വായിച്ചിരിക്കാനൊക്കെ. നല്ല എങ്ങനെയാണ് സ്കാമുകൾ അവർ ചെയ്യുക, ഡിജിറ്റൽ ഐഡന്റിറ്റി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറെയൊക്കെ പറയാം. അപ്പൊ ഈ നമ്മുടെ ഈ ടെക്നിക്കൽ ടേംസ്, ജാർഗൻസ്, കുറെ സാധനങ്ങളില്ലേ, അതൊക്കെ മനസ്സിലാക്കാനൊക്കെ ഒരു പരിധിവരെ ഹെൽപ്ഫുൾ ആണ് ഈ കാര്യം. അങ്ങനെ എനിക്ക് തോന്നി. ടെലഗ്രാമിൽ ഈ സാധനങ്ങൾ ലോഞ്ച് ചെയ്യലാണ് ഇതിന്റെ കളി മുഴുവൻ. അങ്ങനെ പിന്നെന്താ, പിന്നെ പിന്നെ സ്മോൾ കേസിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങിയത് കണ്ടിരുന്ന, പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഇതില് നമുക്ക് തന്നെ സ്മോൾ കേസ് തുടങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷെയറുകളൊക്കെ ബൾക്ക് ആക്കിയിട്ട് അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തുടങ്ങിയൊരു സ്മോൾ കേസാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിലുള്ള നമ്പർ ഓഫ് ഷെയർസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇത് ഞാനിപ്പോൾ 57,000 രൂപയിലേക്ക് ലിമിറ്റ് ചെയ്തേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 57,000 രൂപയ്ക്ക് പകരം 1,67 അങ്ങനെ ചില്ലറയായിരുന്നു. കാരണം JSW ഹോൾഡിങ്സ് എന്നൊക്കെ പറഞ്ഞ ഷെയറുകളൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഷെയറുകളൊക്കെ വെച്ചിട്ട് വളർന്നപ്പോൾ മിനിമൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 1,67,000 അടുത്തേക്ക്. അത്രയും കാശിന്റെ ഒരു സ്മോൾ കേസ് എന്ന് പറഞ്ഞത് ഒരു സ്മോൾ കേസ് അല്ല, ഒരു ബിഗ് കേസ് ആവും തോന്നിയതുകൊണ്ട് സാധനം അങ്ങോട്ട് വിട്ടു. അപ്പോൾ പിന്നെ നമ്മൾ BSEനെ ബേസ് ആക്കി എടുത്ത് ബാക്കിയുള്ള ഷെയറുകളൊക്കെ വെച്ച് കുറച്ചുണ്ടാക്കി. ഇതെല്ലാം എന്താ ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് വളരുമ്പോൾ വളരാൻ സാധ്യതയുള്ള ഷെയറുകൾ എന്നാണ് ഇതിന്റെ ഒരു ഇത് ഇതിലൊന്നും കാണുന്നില്ല അല്ലേ. ഓ, ഇത് പ്രൈവസി ആയ കാരണമായിട്ട് ഞാൻ വായിക്കാം. KFin ടെക്നോളജീസ്, കമ്പ്യൂട്ടർ ഏജ്, ക്യാമ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും മ്യൂച്വൽ ഫണ്ടുകൾ വളരുമ്പോഴാണ്. പിന്നെ BSE ലിമിറ്റഡ്, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSEയുടെ, പിന്നെ CDSL സെൻട്രൽ ഡെപ്പോസിറ്ററി, MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, HDFC അസറ്റ് മാനേജ്മെന്റ്, AMC ആണ് മ്യൂച്വൽ ഫണ്ടിന്റെ അസറ്റ് മാനേജ്മെന്റ് ആണ്. പിന്നെ നിപ്പോൺ ലൈഫ്, അതും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ബിർള സൺ ലൈഫ്, ഇതും മ്യൂച്വൽ ഫണ്ടുകളുടെ കമ്പനി തന്നെയാണ്. അപ്പോൾ ആൾക്കാർ കൂടുതൽ FDകളിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വരുമ്പോൾ അത് വളരാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. പിന്നെ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, അതാണ് ലാസ്റ്റത്തെ, അതും വളരെ ഇമ്മൻസ് ആയിട്ടൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ എനർജി കൺസംഷൻ കൂടാൻ പോവാണ്. പോരാ IEX എന്ന് പറഞ്ഞ സാധനം കൂടാൻ പോവാണ്. ചെയ്യാനാ ശരിക്കും പറഞ്ഞാൽ IEX ഒക്കെ കൂടാൻ പോവാണ്. IEX കൂടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ വേറൊരു രസകരമായ ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു നിഫ്റ്റി കൂടിയിട്ടുള്ളത് 6.17%. പക്ഷെ ഇത്രയും ഷെയറുകൾ കൂടിയിട്ടുള്ളത് 56.62%. അത് സെക്ടർ എത്രത്തോളം വളരണം എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ
നല്ലതായിട്ട് തോന്നുന്നു. ആ ഒരു ദിവസം ജനുവരി 15-ാം തീയതിയാണ് ഉണ്ടാക്കിയിരിക്കണത്. 2 ദിവസത്തിൻ്റെ ഇടയിൽ അത് 1% കൂടിയുണ്ട്. ഫസ്റ്റ് ദിവസം അത് ഇട്ടപ്പോൾ 5% കൂടിയുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ലോയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇത്രയാണ് കൂടിയേക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ചാറ്റ് ജി പി ടിയിൽ ഇതൊക്കെ നോക്കിയിട്ട് നല്ല രസമുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. പിന്നെന്താ, പിന്നൊന്നുമില്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക. ബാക്കിലുള്ളതാണ് എൻ്റെ പാർട്ട്ണർ അലൻ. ഞങ്ങൾ കൂടിയിട്ടാണ് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. അതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ വേറെ ദിവസം കാണാം. ടാറ്റാ, ബൈ, സി യു.